Now, theory of firm under perfect competition. അതായത് നമ്മുടെ നാലാമത്തെ ചാപ്റ്റർ ആണ് മൈക്രോ ഇക്കണോമിക്സിലെ. അതിൽ ഒരു ഇമ്പോർട്ടൻറ്റ് എസ്സേ ക്വസ്റ്റ്യൻ ഉണ്ട്, ഷോർട്ട് റൺ ഈക്വിലിബ്രിയം ഓഫ് എ ഫേം അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. അതാണ് സാധാരണ ചോദിക്കാറുള്ള ഒരു എസ്സേ ക്വസ്റ്റ്യൻ. അതാണ് ഇന്നത്തെ ഈ ഒരു ഷോർട്ട് വീഡിയോയിൽ എടുക്കുന്നത്. നോക്കിക്കോളൂ. അതിന് മുന്നേ വാട്ട് ആർ ദ വേരിയസ് ഫീച്ചേഴ്സ് ഓഫ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ്റെ ഫീച്ചേഴ്സ് ചിലപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെ ക്ലബ് ചെയ്ത് ചോദിക്കാം. What are the features of perfect competition? എന്നിട്ട് with the help of a diagram shows, describe short run equilibrium of a firm under perfect competition. അങ്ങനെയായിരിക്കും എസ്സേ ക്വസ്റ്റ്യൻ ചോദിക്കുക. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഫീച്ചേഴ്സ് ഓഫ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ നോക്കണം. നോക്കിയേ, ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ്. ഒരു പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഏറ്റവും വലിയ ഫീച്ചറാണ്. ഏതൊരു കോമ്പറ്റീഷൻ്റെയും ഏറ്റവും വലിയ ഒരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചറാണ് എന്ത്? ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ്. ഇഷ്ടംപോലെ ബയേഴ്സ് ഉണ്ടാവും, സെല്ലേഴ്സ് ഉണ്ടാവും. നൗ ഹോമോജീനിയസ് പ്രോഡക്ട്സ് ആണ്. അവരുണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ എന്തായിരിക്കും? സെയിം ആയിരിക്കും. അതേപോലെ യൂണിഫോം പ്രൈസ്. ഇപ്പോൾ സോപ്പാണെങ്കിൽ എല്ലാ സോപ്പിനും ഒരേ വില, പഞ്ചസാരയാണെങ്കിൽ ആര് ഉൽപ്പാദിപ്പിച്ചാലും നോ പ്രോബ്ലം, എല്ലാ പഞ്ചസാരയ്ക്കും ഒരേ വില. ദെൻ പ്രൈസ് ടേക്കറാണ്. ഫേമിന് എന്താണ്? ഫേം എന്ന് പറഞ്ഞത് പ്രൈസ് ടേക്കറാ. ഉള്ള വില എടുത്ത് അയാൾക്ക് സാധനം വിൽക്കാനേ പറ്റുള്ളൂ. അല്ലാതെ ഇയാൾ ഒരു വിലയൊക്കെ ഇട്ട് അങ്ങോട്ട് മാർക്കറ്റിലേക്ക് ചെല്ലുമ്പോൾ അതിലാരും വാങ്ങിച്ചോളണം എന്നില്ല. അപ്പം ഫേം എന്ന് പറയുന്നത് എന്താണ്? പ്രൈസ് ടേക്കറാണ്. അതേപോലെ പെർഫെക്റ്റ് നോളജ് ആൻഡ് ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് അബൌട്ട് മാർക്കറ്റ് കണ്ടീഷൻ. മാർക്കറ്റിലുള്ള കണ്ടീഷൻസിനെ കുറിച്ച് ബയേഴ്സും സെല്ലേഴ്സിനൊക്കെ നല്ല നോളജ് ഉണ്ടെന്നാണ് പറയുന്നത്. അവർക്ക് അറിയാം സാധനത്തിന്റെ വില എന്താണ്, എങ്ങനെയാണെന്നൊക്കെ അവർ കറക്റ്റ് അറിയാം. അതേപോലെ ദർ ഇസ് എ ഫ്രീഡം ഓഫ് എൻട്രി ആൻഡ് എക്സിറ്റ്. ഏതൊരു ഫേമിനും ഇപ്പോൾ നഷ്ടമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് ഇട്ടേച്ച് പുറത്തേക്ക് പോകാം. ഇനിയിപ്പോൾ ലാഭമാണെന്ന് അറിയാം, ഏതൊരു ഫേംസിനും വന്നത് അത് ഉണ്ടാക്കാം. അങ്ങനെയുള്ള ഒരു ബാരിയറും ഇല്ല. ദർ ഇസ് എ ഫ്രീഡം, ഫുൾ ഫ്രീഡം ഉണ്ട് കേട്ടോ. എൻട്രി ആൻഡ് എക്സിറ്റ്. ഈ ഒരു സംഭവം ഉള്ളത് കൊണ്ടാണ് നമ്മുടെ ഒരു പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ ഒരു ഫേമിന് എന്ത് ലാഭമേ കിട്ടുള്ളൂ? നോർമൽ പ്രോഫിറ്റ്. എസ്പെഷ്യലി ഇൻ ദ ലോങ് റൺ അവർക്ക് എന്ത് ലാഭമേ കിട്ടുള്ളൂ? നോർമൽ പ്രോഫിറ്റേ കിട്ടുള്ളൂ. പക്ഷേ ഷോർട്ട് റണ്ണിൽ ദേ വിൽ ഗെറ്റ് പ്രോഫിറ്റ്. അതായത് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എബ്നോർമൽ, സൂപ്പർ നോർമൽ പ്രോഫിറ്റ് അവർക്ക് കിട്ടും. അതിന് ചാൻസ് ഉണ്ട്, കാരണം ഉണ്ടാക്കി വരുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ അവർക്ക് സൂപ്പർ നോർമൽ പ്രോഫിറ്റ് കിട്ടുന്നത് ഷോർട്ട് റണ്ണിലാണ്. പക്ഷെ ലോങ് റണ്ണിൽ ആ കിട്ടിക്കൊണ്ടിരിക്കുന്ന ലാഭം എന്ത് ചെയ്യും? വൈപ്ഡ് ഔട്ട് ആവും, ഉണ്ടാവില്ല. കാരണം എന്താണ്? ഈ സുന ആപ്ലിക്കേഷൻ ഉള്ളതുകൊണ്ട്. ദർ ഇസ് എ ഫ്രീഡം ഓഫ് എൻട്രി ആൻഡ് എക്സിറ്റ്. ഇപ്പൊ ഞാൻ കൊട ഉണ്ടാക്കുകയാണ്, മാർക്കറ്റിൽ കൊട ഉണ്ടാക്കി എനിക്ക് ഇങ്ങനെ കണ്ടമാനം ലാഭം കിട്ടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ വേറൊരു പ്രൊഡ്യൂസർ കാത്തിരിക്കുക, ആ കൊള്ളാം കൊട ഉണ്ടാക്കി കഴിഞ്ഞാൽ ലാഭമുണ്ട്. അപ്പോൾ അയാളും വന്ന് എന്ത് ചെയ്യും? കുറേ കൊട അങ്ങ് ഉണ്ടാക്കും. അപ്പം മാർക്കറ്റിൽ കൊടയുടെ സപ്ലൈ എന്ത് ചെയ്യും? കൂടും. എനിക്ക് കിട്ടിയ ലാഭം കൂടെ എന്താവും? ഇല്ലാണ്ടാവും. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ഈ ഫ്രീഡം ഓഫ് എൻട്രി ആൻഡ് എക്സിറ്റ് ഉള്ളത് കൊണ്ടാണ് ഒരു ഫേമിന് ലോങ് റണ്ണിൽ എന്ത് ലാഭം കിട്ടാത്തത്? എബ്നോർമൽ. എന്ത് ലാഭം മാത്രമേ കിട്ടൂ? നോർമൽ പ്രോഫിറ്റ്. അപ്പം നമുക്ക് നോക്കാം എന്താണ് ഡിസ്ക്രൈബ്. കണ്ടോ, ഇതാണ് എസ്സേ ക്വസ്റ്റ്യൻ. ഡിസ്ക്രൈബ് ഷോർട്ട് റൺ ഈക്വിലിബ്രിയം ഓഫ് എ ഫേം വിത്ത് ഡയഗ്രാം. പലപ്പോഴായിട്ട് ചോദിച്ചൊരു എസ്സേ ക്വസ്റ്റ്യൻ ആണ് ഈ നാലാമത്തെ ചാപ്റ്ററിന്. അപ്പൊ നമ്മൾ ആദ്യം തന്നെ എ കോമ്പറ്റേറ്റീവ് ഫേം ഈസ് ഇൻ ഈക്വിലിബ്രിയം വെൻ ഇറ്റ് ഗെറ്റ്സ് മാക്സിമം പ്രോഫിറ്റ്. അതായത് മാക്സിമം പ്രോഫിറ്റ് കിട്ടുന്ന ആ ഒരു പൊസിഷനിലാണ് ഒരു ഫേം ഈക്വിലിബ്രിയത്തിലാണെന്ന് പറയാം. അതിന് മക്കളെ ദർ ആർ 3 കണ്ടീഷൻ ദാറ്റ് ഈസ് വെരി കമ്പൽസറി ടു റൈറ്റ്. നിങ്ങൾ സ്റ്റാർട്ടിങ് തന്നെ ഈ 3 കണ്ടീഷൻസ് എഴുതണം. ഒന്നാമത്തെ കണ്ടീഷൻ എന്താണെന്നറിയോ? പ്രൈസും എം സിയും അല്ലെങ്കിൽ എം ആറും എം സിയും എന്താണ്? ഈക്വൽ ആവണം. വേർഡ്സിൽ എഴുതി പിടിപ്പിച്ചിട്ടില്ലെങ്കിലും നിങ്ങൾ ഇങ്ങനെ എഴുതുക, പ്രൈസും എം ആറും എം സിയും ഷുഡ് ബി ഈക്വൽ. രണ്ടാമത്തെ എന്താണ്? എം സി ഇസ് നോൺ ഡിക്രീസിങ്. ഒരിക്കലും എം സി താന്നു പോവരുത്. എം സി എന്ത് ചെയ്യണം? കൂടണം. ഈക്വിലിബ്രിയം എത്തിക്കഴിഞ്ഞാൽ എം സി എന്ത് ചെയ്യണം? കൂടണം എന്നാണ് പറയുന്നത്. മൂന്നാമത്തത് പ്രൈസ് മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എ ബി സി. കണ്ടോ, പ്രൈസ് ആവറേജ് വേരിയബിൾ കോസ്റ്റിനേക്ക് ഈക്വൽ ആവണം, അല്ലെങ്കിൽ കൂടുതൽ പ്രൈസ് കൂടുതലാണ്. എപ്പോഴും പ്രൈസ് കൂടുമ്പം നമ്മുടെ കോസ്റ്റിനേക്കാളും പ്രൈസ് കൂടുമ്പോഴാണല്ലോ മക്കളെ നമുക്ക് എന്ത് കിട്ടുക? ലാഭം കിട്ടുക, അല്ലേ? അപ്പൊ പ്രൈസ് മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എ ബി സി. ഷോർട്ട് റൺ ആയതുകൊണ്ടാണ് എ ബി സി കേട്ടോ. മറ്റേതാണെങ്കിൽ എ സി എന്നേ വരുള്ളൂ. ഇത് ഷോർട്ട് റൺ ആയതുകൊണ്ട് ശ്രദ്ധിക്കണം. ദാറ്റ് ഈസ് എ ബി സി. പ്രൈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എ ബി സി. മക്കളെ ഈ ഒരു ഡയഗ്രാം കണ്ടില്ലേ? ഈ ഡയഗ്രാം ഇങ്ങനെ വരച്ച് പഠിച്ച് പോയാൽ പോരാ. ഇതിൻ്റെ അകത്ത് നിങ്ങൾ പ്രോഫിറ്റും അതായത് ടോട്ടൽ റവന്യൂവും ടോട്ടൽ കോസ്റ്റും എഴുതണം. അപ്പൊ നമുക്ക് ആദ്യം നമുക്കറിയാം പൈ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പ്രോഫിറ്റ് ആണ്. പ്രോഫിറ്റ് എന്ന് പറയുന്നത് TR മൈനസ് TC ആണ്. നമുക്കിത് അറിയാം. ടോട്ടൽ റവന്യൂ എന്ന് ടോട്ടൽ കോസ്റ്റ് കഴിച്ചാൽ കിട്ടുന്നതാണ് നമ്മുടെ പ്രോഫിറ്റ്. ഇപ്പൊ എനിക്ക് 1000 കൊട ഉണ്ടാക്കിയിട്ട് 1 ലക്ഷം രൂപ കിട്ടിയെന്ന് വിചാരിക്കുക. ആ 1 ലക്ഷം രൂപയാണ് എൻ്റെ ടോട്ടൽ റവന്യൂ. പക്ഷേ എനിക്ക് ഈ 1000 കൊട ഉണ്ടാക്കാൻ 50,000 റുപ്പീസേ വന്നിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള എനിക്ക് വരുമാനം 1 ലക്ഷം ഉണ്ട്, എനിക്ക് ചെലവായത് ആ കൊട ഉണ്ടാക്കാൻ ചെലവായത് 50,000 ആണെങ്കിൽ
ബാക്കിയുള്ള 50,000 ആണ് മക്കളെ എൻ്റെ എന്ത് ലാഭം എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ ടോട്ടൽ റവന്യൂ മൈനസ് ടോട്ടൽ കോസ്റ്റ് ആണ് നമ്മുടെ എന്ത് പ്രോഫിറ്റ് കാണേണ്ട ഫോർമുല. അപ്പൊ ഇനി ഈ ഒരു ടേബിൾ അല്ല ഈ ഒരു ഡയഗ്രത്തിൽ നിന്ന് നമ്മൾ TR കണ്ടുപിടിക്കണം, TC കണ്ടുപിടിക്കണം. അപ്പൊ ഞാൻ TR കാണാൻ പോവാണ്. അപ്പൊ TR കാണാനുള്ള ഫോർമുല നമുക്കറിയാം. വാട്ട് ഇസ് ദ ഫോർമുല ടു ഫൈൻഡ് ഔട്ട് TR? P into Q ആണ്. അതായത് പ്രൈസ് ഇൻറ്റു ക്വാണ്ടിറ്റി ചെയ്താൽ നമുക്ക് TR കിട്ടും. അപ്പൊ ഞാൻ ഈ ഡയഗ്രത്തിൽ നിന്ന് പ്രൈസും ക്വാണ്ടിറ്റിയും എടുക്കാൻ പോവാണ് മക്കളെ. ഇവിടം തൊട്ട് ഇവിടം വരെയാണ് പ്രൈസ് കണ്ടോ. അപ്പൊ OP എന്ന് ഞാൻ എഴുതി. എവിടെ തൊട്ട് ഇവിടം വരെ, ഇവിടം തൊട്ട് ഇവിടം വരെ, അല്ലെങ്കിൽ ഇവിടം തൊട്ട് ഇവിടം വരെ ആ ഒരു ഡിസ്റ്റൻസ് ആണ്, വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ആണ് എന്റെ പ്രൈസ്. വാട്ട് ഇസ് മൈ ക്വാണ്ടിറ്റി? ഇവിടെയാണ് ക്വാണ്ടിറ്റി മെഷർ ചെയ്യുന്നത്. അപ്പൊ ഈ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ആയ PA അല്ലെങ്കിൽ OQ ഞാൻ ഇവിടെ OQ എന്ന് ഇടുകയാണ് കേട്ടോ. OQ ഇതാണ് എൻ്റെ എന്ത് എൻ്റെ ഔട്ട്പുട്ട്. അങ്ങനെയാണെങ്കിൽ ഏരിയ എന്ന് പറയുന്നത് ടോട്ടൽ റവന്യൂ ഏതാണ്? ഇതാണ് പ്രൈസ്, ഇതാണ് ഔട്ട്പുട്ട്. അങ്ങനെയാണെങ്കിൽ നോക്കിക്കേ OPAQ ദാ ഈ കാണുന്ന സംഭവല്ലേ, അതായത് OPAQ ഇതാണ് എൻ്റെ എന്ത് ടോട്ടൽ റവന്യൂ. ഇപ്പൊ ഞാൻ ഈ വരച്ചിട്ട പച്ച കള്ളിയിലെ അതാണ് എൻ്റെ എന്ത് ടോട്ടൽ റവന്യൂ. ഇനി ഇതുപോലെ മക്കളെ ഞാൻ എന്ത് കണ്ടുപിടിക്കണം? TC കാണണം, ടോട്ടൽ കോസ്റ്റ് കാണണം. അപ്പൊ ഈ ഒരു ഡയഗ്രത്തിൽ ടോട്ടൽ കോസ്റ്റ് എന്ന് പറഞ്ഞൊരു കേർവ് ഒന്നുമില്ല അല്ലേ. പക്ഷെ നമുക്കൊരു ഐഡിയ ഉണ്ട്, ഒരു ക്ലൂ ഉണ്ട്. ടോട്ടൽ കോസ്റ്റ് കാണാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? AC into Q ചെയ്താൽ മതി. AC into Q ചെയ്താൽ നമുക്ക് TC കിട്ടും. കാരണം AC കാണേണ്ട ഫോർമുല TC ഡിവൈഡ് ബൈ Q ആ. അങ്ങനെയാണെങ്കിൽ AC കാണാൻ അല്ല TC കാണാൻ AC into Q ചെയ്താൽ പോരെ. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് ഏതാണ് AC മക്കളെ? ഇവിടം വരെയാണ് എൻ്റെ AC. ഇതല്ലേ AC കേവ് അല്ലെ. പെന്നിൻ്റെ കളറ് മാറ്റാം, എന്തെടുക്കാം? ചുമപ്പ്. ഇതാണ് എൻ്റെ AC. അങ്ങനെയാണെങ്കിൽ ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് കണ്ടോ, അതാണ് എൻ്റെ എന്ത് AC എന്ന് പറയുന്നത്. അപ്പൊ നോക്കിയേ, ഞാൻ എഴുതുകയാണ് AC എന്ന് പറയുന്നത് QB ആണ്. ഇൻറ്റു എന്താണ് എൻ്റെ ഔട്ട്പുട്ട്? ഇതാണ് എൻ്റെ ഔട്ട്പുട്ട് OQ അല്ലേ. ഇൻറ്റു OQ മക്കളെ. അപ്പൊ നോക്കിയേ OQB ദിസ് E കണ്ടോ. അപ്പൊ ഞാൻ എഴുതുകയാണ് OQBE. ആ ഏരിയ ആണ് എൻ്റെ എന്ത് TC അല്ലേ. അപ്പൊ ഈ പച്ച ബോക്സ് ഞാൻ ആദ്യം വരച്ചത് എൻ്റെ ടോട്ടൽ റവന്യൂ, ഈ ചെറിയ ബോക്സ് റെഡ് കളറിൽ എൻ്റെ എന്താണ് കോസ്റ്റുമാണ്. അങ്ങനെയാണെങ്കിൽ പൈ കാണാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? OPAQ അതായത് TR അല്ലേ. TR മൈനസ് TC, TR അതാണ് മൈനസ് OQBE അല്ലേ. അതായത് ഈ വലിയ ബോക്സ് നമ്മൾ ഈ ചെറിയ ബോക്സ് ഇങ്ങോട്ട് എടുക്കുന്നു കോസ്റ്റ്. അങ്ങനെയാണെങ്കിൽ ബാക്കി വരുന്നത് ഈ ഒരു ചെറിയ കഷ്ണമല്ലേ അല്ലടോ, ഈ ചെറിയ കഷ്ണമല്ലേ വരിക. ആ കഷ്ണം ഏതാണ്? EBAP. അതായത് ഈ സംഭവമാണ് എൻ്റെ എന്ത് മൈ പ്രോഫിറ്റ്. ഇത് എൻ്റെ പ്രോഫിറ്റ്. ഈ ഒരു ചെറിയ കഷ്ണം എൻ്റെ എന്താണ് പ്രോഫിറ്റ് ആണ്. ഇത്രയും എഴുതണം എസ്സേക്ക് കേട്ടാ. ഓക്കെ, ഷോർട്ട് റൺ ചോദിച്ചാൽ ഷോർട്ട് റൺ മാത്രം എഴുതി പോയാൽ മതി, വേറെ ലോങ് റണ്ണിലേക്ക് ഒന്നും കയറണ്ട. ഇനി അഥവാ ചോദിച്ചു എന്ന് കരുതുക ലോങ് റൺ. ഓക്കെ, ലോങ് റണ്ണിലേക്ക് ചോദിച്ചാൽ നിങ്ങൾ എന്തെഴുതും? ലോങ് റൺ ഈക്വിലിബ്രിയം എന്ന് ചോദിച്ചാൽ, ഇനി അങ്ങനെ ചോദിച്ചാലോ? ഓക്കെ, എന്തായാലും ഇതെടുത്തു. ലോങ് റൺ ഈക്വിലിബ്രിയം ചോദിച്ചാൽ മക്കളെ കണ്ടീഷൻസ് ആദ്യം എഴുതണം. ഓക്കെ, ആദ്യം 3 കണ്ടീഷൻ. MC is equal to MR, അതൊക്കെ സെയിം ആ. ഷോർട്ട് റണ്ണിലുള്ള സെയിം കണ്ടീഷൻ. MC ഷുഡ് ഇൻക്രീസ് കേട്ടോ, ഷുഡ് ഇൻക്രീസ്. ഞാൻ ഇങ്ങനെ ഇടുക, MC ഷുഡ് ഇൻക്രീസ്. അടുത്തത് P മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു AC. ഇതാണ് നമ്മുടെ 3 കണ്ടീഷൻ. അങ്ങനെയാണെങ്കിൽ ഡയഗ്രാം എങ്ങനെ ഇരിക്കും അതാണ് നമ്മൾ നോക്കുന്നത്. നോക്കിയോ, ഇതാണ് നമ്മുടെ പ്രൈസ്. ഓക്കെ, ഇതാണ് എൻ്റെ എന്ത് LRMC. മക്കളെ എന്താണ് LRMC? ലോങ് റൺ മാർജിനൽ കോസ്റ്റ്. ഇതാണ് എൻ്റെ ലോങ് റൺ ആവറേജ് കോസ്റ്റ്. കണ്ടോ, ഇത് രണ്ടും കൂടെ ഇവിടെ ഇങ്ങനെ കൂട്ടിമുട്ടി. ഇവിടെ LRMCയും ACയും റവന്യൂ ഒക്കെ ഈക്വലാ. ഇവിടെ മുറിച്ചു മാറ്റാനോ എടുത്തു മാറ്റാനോ ഒരു ബോക്സും ഇല്ല. കണ്ടോ, ഇതാണ് നമ്മുടെ ലോങ് റൺ ഈക്വിലിബ്രിയം എന്ന് പറയുന്നത്.